വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മെ ഉയർത്തുന്ന സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 40 2 വാക്യം. അവൻ എന്നെ ഒരു ഭയാനകമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ കാലടികളെ ഉറപ്പിച്ചു. കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹം നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. അത് ചെളി നിറഞ്ഞ വൃത്തികെട്ട അഴുക്ക് ചാനലിൽ നിന്ന് നമ്മെ ഉയർത്തുന്നു. അത് നമ്മെ അന്വേഷിക്കുന്ന ഒരു സ്നേഹമാണ്. ഒരാടിനെ കാണാതാകുമ്പോൾ ഇടയൻ തന്റെ ഹൃദയത്തിൽ വളരെയധികം വിഷമിക്കുന്നു. രാവും പകലും ചൂടിലോ മഴയിലോ അവൻ ആഴമായ ആശങ്കയോടെ അന്വേഷിക്കുന്നു. ആടിനെ മുള്ളുകൾക്കിടയിൽ കുടുങ്ങിയാൽ അതിനെ മോചിപ്പിക്കാൻ അവൻ സ്വന്തം കയ്യിൽ മുള്ളിന്റെ കുത്തുപോലും സഹിക്കും. അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരിടയൻ എങ്ങനെയാണ്? കർത്താവിന്റെ സ്നേഹത്തിന്റെ എല്ലാ പ്രകടനങ്ങളിലും ഏറ്റവും വിലയേറിയ ഒന്നാണ് നമ്മുടെ ആത്മാക്കളെ ഉയർത്തുന്ന സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം നമ്മെ നരകത്തിന്റെ പിടിയിൽ നിന്നും ശത്രുവിന്റെ ശക്തികളിൽ നിന്നും രക്ഷിക്കുന്നു. അതേ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ അവൻ തയ്യാറായിരിക്കുന്നു. ഒരിക്കൽ ഒരു കൽക്കരി ഖനിയിൽ ഒരു ഭൂകമ്പം ഒരു ഭീകരമായ അപകടത്തിന് കാരണമായി. നിരവധി തൊഴിലാളികൾ അതിനുള്ളിൽ കുടുങ്ങി. രക്ഷാപ്രവർത്തകർ വ്യത്യസ്ത കയറുകൾ ഉപയോഗിച്ച് അവരെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ കയറുകൾ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. ഒടുവിൽ സൂപ്പർവൈസർ ഒരു പുതിയ കയർ കൊണ്ടുവന്നു. അവർ അതിനെ ഉറപ്പിച്ചു വലിച്ചപ്പോൾ ശ്രമം വിജയിച്ചു. പലരും രക്ഷപ്പെട്ടു. ആ കയർ പൊട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് പിന്നീട് അവർ കണ്ടെത്തി. അതിലൊരു സ്റ്റീൽ കേബിൾ ഉണ്ടായിരുന്നു. അതുപോലെ മനുഷ്യ സ്നേഹത്തിന്റെ മറ്റെല്ലാ രൂപങ്ങളും മങ്ങുകയോ ദുർബലമാകുകയോ മാറുകയോ ചെയ്തേക്കാം. എന്നാൽ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും ദുർബലമാകുന്നില്ല, ഒരിക്കലും മാറുന്നില്ല. അത് ശക്തവും പൊട്ടാത്തതുമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ചരടിനുള്ളിൽ അവന്റെ വിലയേറിയ രക്തം ഒഴുകുന്നു. കാൽവറിയുടെ സ്നേഹം ഒരു ശക്തമായ അരുവി പോലെ ഒഴുകുന്നു. അത് ആത്മാക്കളെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കുന്നു. വൃത്തികെട്ട അഴുക്ക് ചാനലിൽ നിന്ന് അവൻ നമ്മെ ഉയർത്തിയപ്പോൾ അവൻ തന്റെ രക്തത്താൽ വില നൽകി. നമുക്ക് ഒരിക്കലും മറക്കാതിരിക്കാം. അതിന് എന്നേക്കും നന്ദിയുള്ളവരുമായിരിക്കാം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെടുകയും സ്വർഗത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കാൽവറിയുടെ സ്നേഹത്തിന്റെ ചരട് ഒരിക്കലും പൊട്ടുകയില്ല. സ്നേഹത്തിന്റെ ദൈവം നിങ്ങളെ സ്നേഹത്തിന്റെ ചരടുകൾ കൊണ്ട് തന്നിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, പഴയ പാപങ്ങൾ നിങ്ങളെ കീഴടക്കുമെന്നോ സാത്താൻ നിങ്ങളെ കൊണ്ടുപോകുമെന്നോ ഭയപ്പെടരുത്. ക്രിസ്തുവിന്റെ രക്തത്താൽ ഉറച്ചിരിക്കുന്ന കയർ ഒരിക്കലും പൊട്ടിപ്പോവുകയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 കൊരിന്ത്യർ 6 20 വാക്യം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരല്ലോ, ആകയാൽ ദൈവത്തിനുള്ള നിങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 5, 6, 7 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 11 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.